ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CUET PG 2024 സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PYQ ഡിസ്കഷന്റെ പാർട്ട് 3 ആണ്. സോ 18 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1 ആൻഡ് 2 ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So here we begin with question number 19. If you look up the address of a person you have never visited before and 3 minutes later can no longer remember the address, you should conclude that the information was probably held in. ഒരു അഡ്രസ്സ് വായിച്ചു, അഡ്രസ്സ് 3 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിന് ശേഷം അത് മറന്നുപോയി. സോ ഏത് മെമ്മറിയിലായിരുന്നു അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെ ഈസിയാണ്. STM 30 സെക്കൻഡ്. You should conclude that the information was probably held in. Okay. 3 മിനിറ്റിന് ശേഷം അത് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തിലായിരുന്നു? LTM. ബട്ട് ഇവിടെ എന്താണ്? അത് റിമെമ്പർ ചെയ്യാൻ നോ ലോങ്ങർ റിമെമ്പർ ആണ്. സോ നോ ഡൗട്ട് ഇറ്റ് ഇസ് STM. പ്രൊസീജിയൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആക്ഷൻസ്. ഇപ്പോ ചോറുണ്ടാക്കണം, ഓക്കെ, അതിന് അരിയെടുക്കണം, അത് കഴുകണം എന്നുള്ള ഒരു പ്രോസസ് ഇല്ലേ? അങ്ങനെ ഒരു പ്രോസസ് ബൈ പ്രോസസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രൊസീജിയൽ മെമ്മറിയിൽ ഉണ്ടാവുക. ഇപ്പോ ഹൗ ടു കുക്ക് റൈസ്, ഹൗ ടു റൈഡ് ബൈസിക്കിൾ, ഹൗ ടു ഡു ബാറ്റിംഗ് ഇൻ ക്രിക്കറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊസീജിയറൽ മെമ്മറിയിലാണ് ഉണ്ടായിരിക്കുക. സ്കീമ ഇസ് കോഗ്നിഷൻ റിലേറ്റഡ്. ഇവിടെ മെമ്മറിയിൽ നമ്മളിപ്പോ ലിങ്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. STM LTM നിങ്ങൾക്കറിയാം. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ആൻസർ ഇസ് STM. ഓക്കെ, we perceive a person's face as whole and not as collection of eyes, nose, mouth, etc. A face therefore is an example of എന്താണ്? ഓക്കെ, ഈ ഒരു ഹോൾ എന്നുള്ളൊരു വേർഡ് കണ്ടാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ചില കീ വേർഡ്സ് ഉണ്ട്. ജസ്റ്റാൾട്ട് എന്ന വേർഡിന്റെ മീനിങ് തന്നെ ഹോൾ എന്നാണ്. ഓക്കെ, ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഒരു ഇത് തന്നെ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നതല്ലേ? സോ ഇവിടെ നോ കൺഫ്യൂഷൻ, ആൻസർ ജസ്റ്റാൾട്ട് ആണ്. ഓക്കെ, സ്കീമ, കോഗ്നിഷൻ, ഹ്യൂറിസ്റ്റിക്സ് ഇതൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, which of the following describes the path of neural impulse from the sense organs to the brain? ഒന്ന് വായിച്ചു നോക്കിയേ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒപ്റ്റിക് നെർവ്, റിസെപ്റ്റർ സെൽസ്, ഗാംഗ്ലിയോൺ സെൽസ്, ബൈപോളാർ സെൽസ്. സോ വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? ഓക്കെ, നിങ്ങൾ വിഷ്വൽ ഓഡിറ്ററി പാത്തും വിഷ്വൽ പാത്വേ ആൻഡ് ഓഡിറ്ററി പാത്വേ, ഓക്കെ, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി പാത്വേ രണ്ടും തറവായിട്ട് പഠിക്കണം. കറക്റ്റ് ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കണം എന്നില്ല. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഒരുപാട് സംഗതികളുണ്ട്, പക്ഷെ അത് അവർ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമ്മൾ ഓർഡറിൽ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ദ റൈറ്റ് ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, ദാറ്റ് ഇസ് BDCA. അങ്ങനെ പറഞ്ഞാൽ കിട്ടാത്തതുകൊണ്ടാണ്, നമ്മൾ ഓപ്ഷൻ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ദാറ്റ് ഇസ് ആദ്യം വരിക റിസപ്റ്റർ സെൽസിലേക്കാണ്. റിസപ്റ്റർ സെൽസിൽ നിന്ന് ബൈപോളാർ സെൽസിലേക്ക്, from bipolar cells to ganglion cells and ganglion cells to optic nerve. Okay, ഇത് കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റില്ല. സോ കൃത്യമായിട്ട് വിഷ്വൽ പാത്വേ, ഓഡിറ്ററി പാത്വേ രണ്ടും ഒന്ന് നോക്കി വെക്കുക. എക്സസീവ് കോമ്പറ്റേറ്റീവ് drive even when it is unnecessary is observed in which of the following types of personality? ആവശ്യമില്ലാത്ത സമയത്തും എപ്പോഴും കോമ്പറ്റീറ്റീവ് ആയിട്ടിരിക്കുന്നത് ഏത് പേഴ്സണാലിറ്റി ടൈപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് എന്നാണ് ചോദ്യം. ടൈപ്പ് ABCD കൊടുത്തിട്ടുണ്ട്. ഞാൻ 4ന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞുതരാം. ആൻസർ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ടൈപ്പ് A എന്ന് പറയുന്ന ആൾക്കാര് വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും, ഇംപൾസീവ് ആയിരിക്കും, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അധിക സമയം വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും, എപ്പോഴും റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ആയിരിക്കും. Because of all these, they are very prone to coronary disease, heart disease, coronary disease ഒക്കെ വളരെ prone ആയിട്ടുള്ള ആൾക്കാരാണ് ടൈപ്പ് A. Coming to type B, very relaxed, stress free ആയിട്ടുള്ള, വളരെ flexible ആയിട്ടുള്ള, വളരെ calm ആയിട്ടുള്ള ആൾക്കാരാണ് ടൈപ്പ് Bയിലേക്ക് വരുമ്പോൾ. ടൈപ്പ് Aന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ടൈപ്പ് C എന്ന് പറയുമ്പോൾ വളരെ ലോജിക്കൽ ആയി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ബട്ട് ടൈപ്പ് C is more prone to cancer. Coming to type D, നെഗറ്റീവ് തിങ്കിങ് ആൻഡ് നെഗറ്റീവ് എഫക്ട്, അതായത് നെഗറ്റീവ് മൂഡ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ടൈപ്പ് D is more prone to depression. ഓക്കെ, ഡിപ്രഷൻ, ക്യാൻസർ അത് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ഏതാണ് ആൻസർ?
Competitive drive, നമ്മൾ പറഞ്ഞു type A ആണ് highly competitive. So right answer is type A. Next question, which of the following method relies least on representative sampling? Okay, representative sampling എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു populationന്റെ representate ചെയ്തുകൊണ്ട് sample ആവുക. അങ്ങനെ ആവാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും സാധ്യത കുറവുള്ള study method ഏതാണ്? Experiments നമുക്ക് representative sampling ആയിരിക്കാം ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ 10 വയസ്സുള്ളവരുടെ ബുദ്ധി അല്ലെങ്കിൽ 10 വയസ്സുള്ളവരുടെ ഓർമ്മശക്തി, അപ്പൊ ഒരു 10 വയസ്സ് എന്ന പോപ്പുലേഷന്റെ ഒരു റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ആയിരിക്കാം നമ്മൾ എടുക്കുന്നത്. സർവേ മെത്തേഡിലും അങ്ങനെ ആവാം, ലോഞ്ചിറ്റ്യൂഡിനലിലും അങ്ങനെ ആവാം. ബട്ട് കമ്മിങ് ടു കേസ് സ്റ്റഡി എന്താണ്? കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ, നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് കേസ് സ്റ്റഡിയുടെ ഒരു ലിമിറ്റേഷൻ. കാരണം എന്താണ്? സാമ്പിളിംഗ് റെപ്രസെന്റേറ്റീവ് അല്ല. നമ്മൾ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 5 പേരുടെ കേസ് സ്റ്റഡി എടുത്താൽ അത് 5 പേർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരെയും ഇൻ ഡെപ്ത് പഠിക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനോമിനൻ ഇൻ ഡെപ്ത് പഠിക്കാനാണ് കേസ് സ്റ്റഡി ചെയ്യുന്നത്. സോ റിപ്രസെന്റേറ്റീവ് സാമ്പിളിംഗ് ആയിരിക്കില്ല. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് കേസ് സ്റ്റഡി. Which one of the following methods of reliability examines the performance of a psychological test over time? അതായത് ഒരു സമയത്ത് ഒരു ടെസ്റ്റ് നടത്തി പിന്നീട് ഓവർ ടൈം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ടെസ്റ്റ് നടത്തുന്നു. ഓപ്ഷൻസ്: ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി, ഇന്റർസ്കോറർ റിലയബിലിറ്റി, ആൾട്ടർനേറ്റ് ഫോം റിലയബിലിറ്റി. ആൾട്ടർനേറ്റ് ഫോം റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസിന്റെ സെയിം കണ്ടന്റ് ഉള്ള ബട്ട് വേർഡിങ്സ് ഡിഫറെന്റ് ഉള്ള ഒരു ഫോം കൊടുക്കുക. ആൾട്ടർനേറ്റ് ഫോം ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എ ഫോം ബി ഫോം കാണാം. ഓക്കെ, എക്സാംസിൽ കാണാറില്ലേ ക്വസ്റ്റ്യൻസ് ജംബിൾഡ് ആയിട്ടും ക്വസ്റ്റ്യൻസിന്റെ വേർഡിങ്സ് ഒക്കെ മാറ്റിയിട്ട്? അതാണ് ആൾട്ടർനേറ്റ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇന്റർസ്കോറർ റിലയബിലിറ്റി. അത് രണ്ട് ജഡ്ജസ് തമ്മിൽ ഒരു ക്വസ്റ്റ്യനെയർ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. അത് ഒരേ ക്വസ്റ്റ്യനെയറിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഓഡ് ഈവൻ അല്ലെങ്കിൽ കറക്റ്റ് ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റിലയബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. കമ്മിങ് ടു ഫസ്റ്റ് വൺ എന്താണ്? ഓവർ ടൈം ടെസ്റ്റ് ചെയ്യുന്നതാണ്. ടെസ്റ്റ് റീടെസ്റ്റ്, അത് പേരിൽ തന്നെ എവിഡന്റ് ആണ് അല്ലെ? സോ ഇവിടെ റൈറ്റ് ആൻസർ ഇസ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. Assigning test conditions to one group of participants while keeping others as neutral to test the effective variable under study is a practice in research. The group not to assigned test conditions would be known as. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം നമ്മൾക്ക് കിട്ടും. ഗ്രൂപ്പില് ഒരു കണ്ടീഷൻസും അസൈൻ ചെയ്തിട്ടില്ല, ഏതാണ് ആ ഗ്രൂപ്പ്, അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന് എന്താണ് പറയുക? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കൺട്രോൾ ഗ്രൂപ്പ്. ഓക്കെ, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഗ്രൂപ്പ്. മെഷർമെന്റ് ഗ്രൂപ്പ്, സോഷ്യൽ ഗ്രൂപ്പ് ഇസ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. പിന്നെ ഉള്ളത് കൺട്രോൾ ഗ്രൂപ്പ് ആണ്. ദ റൈറ്റ് ആൻസർ ഇസ് കൺട്രോൾ ഗ്രൂപ്പ്. ഒരു എക്സ്പെരിമെന്റിൽ ഒന്നും അസൈൻ ചെയ്യാതെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത്? എഫക്റ്റ് ഓഫ് വേരിയബിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോ ഒരു മരുന്ന് ടെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് 10 വയസ്സുള്ളവരിൽ ഒരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. അപ്പോ 10 വയസ്സുള്ള ഒരു 40 കുട്ടികളെ എടുത്ത് 20 പേരെ ഒരു ഗ്രൂപ്പിലും 20 പേരെ മറ്റൊരു ഗ്രൂപ്പിലും ഇട്ടു. 20 പേർക്ക് മരുന്ന് കൊടുത്തു, 20 പേർക്ക് കൊടുത്തില്ല. എന്നിട്ട് മരുന്ന് കൊടുത്ത ആൾക്കാരെയും കൊടുക്കാത്തവരെയും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. മോണിക്കാ's therapist asked her to invent a story for each of several pictures hanging on the office wall. Pictures are snapshots of people and have no obvious meaning. This therapist technique is most similar to that used in. Pictures ഉണ്ട്, ആ പിക്ചേഴ്സിനെ കുറിച്ച് സ്റ്റോറി എഴുതുക എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് MMPI-യും സ്ട്രോങ് ക്യാമ്പൽ ഇൻട്രസ്റ്റ് ഇൻവെന്ററിയും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ദെൻ രണ്ടെണ്ണുള്ളത് റോഷാക്ക് ഇംഗ്ലോട്ട് ടെസ്റ്റും TEQ ആണ്. റോഷാക്ക് ഇംഗ്ലോട്ട് ടെസ്റ്റ് ആ പേരിലുള്ളത് പോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം തന്നിട്ടുണ്ട് ദ പിക്ചേഴ്സ് ആർ സ്നാപ്ഷോട്ട്സ് ഓഫ് പീപ്പിൾ ആൻഡ് ഹാവ് നോ ഒബ്വിയസ് മീനിങ്. സോ സ്നാപ്ഷോട്ട്സിൽ ആൾക്കാരാണ് എന്ന് ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട്. ഇംഗ്ലോട്ട് ടെസ്റ്റിൽ ആൾക്കാരല്ല, ഇംഗ്ലോട്ട്. ഓക്കെ, മഷിക്കറകൾ പോലെയാണുള്ളത്. സോ വിതൗട്ട് എനി ഡൗട്ട് ഇറ്റ്സ് TAT. ഇവിടെ ഞാൻ ജസ്റ്റ് രണ്ട് ടെസ്റ്റിലെയും ഒരു കാർഡാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ TAT-യിലെ ഒരു കാർഡ്. ചിലർ അതൊരു കുട്ടി വയലിൻ നോക്കിയിരിക്കുന്നതായിട്ടാണ് പെർസീവ് ചെയ്യുക, ചിലർ ആ കുട്ടി പുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന പോലെയാണ് പെർസീവ് ചെയ്യുക.
ഓക്കെ. സോ TAT-യുടെ എല്ലാ കാർഡിലും മനുഷ്യന്മാരുണ്ടാവും. ഓക്കെ, ബട്ട് ഒബ്വിയസ് മീനിങ് ഉണ്ടാവില്ലെങ്കിലും മനുഷ്യന്മാരുണ്ടാവും. ബട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ കാർഡ് എന്താണ്? ചിലര് ഷാഡോ ആയിട്ട് പെർസീവ് ചെയ്യും, ചിലർ അതിനെ ബാറ്റ് ആയിട്ട് പെർസീവ് ചെയ്യും, ചിലർ അതിനെ ബ്ലഡ് ആയിട്ട് പെർസീവ് ചെയ്യും. സോ എന്താണ്, ഒരു ഇൻബ്ലോട്ട് ആണ്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ആൻസർ ഇസ് TAT. The descriptive statistics based on test scores of representative groups of individuals is called. Descriptive statistics based on test scores of representative groups of individuals is called. എന്താണ്? Z scores ആണോ, norms ആണോ, reference statistics ആണോ, standard scores ആണോ? Okay, the right answer here is norms ആണ് എനിക്ക് കൂടുതൽ ആപ്റ്റ് ആയി തോന്നിയത്. ബട്ട് ആൻസർ കീയിൽ രണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോംസും സ്റ്റാൻഡേർഡ് സ്കോഴ്സും. ഇത് രണ്ടും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്. സോ ടെസ്റ്റ് റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പിന്റെ ടെസ്റ്റ് സ്കോർ, ഇപ്പോ നമ്മൾ IQ ആവറേജ് 100 ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊരു സ്റ്റാൻഡേർഡ് സ്കോർ ആയത് എങ്ങനെയാണ്? ഒരു നോം വെച്ചുകൊണ്ടാണ് അത് സ്റ്റാൻഡേർഡ് സ്കോർ ആയത്. Okay, so ഇവിടെ both norms and standard scores, both the answers are applicable. Okay, so with that നമ്മുടെ ഈ ഒരു പാർട്ട് കഴിയാണ്. Further questions will be discussed in part 4. So CUET PG കോച്ചിങ്ങിന്റെ further detailsന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. Thank you.